Good morning, all. Morning. Okay, അപ്പൊ നമ്മള് ലേറ്റ് ആണ്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മള് എന്താണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഒബ്ജക്റ്റീവ്സും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾ നോക്കിക്കാണാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ, ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെയാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം ഫങ്ഷൻസ്. ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താന്നുള്ള ഒരു ഐഡിയ ഏകദേശം നമുക്ക് ഒക്കെയാണ്. അതായത് അല്ലെ, നല്ല വൃത്തിയായിട്ട് അവിടെയുള്ള എംപ്ലോയീസിന്റെ വർക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചിട്ടയോടുകൂടിയിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങള് കൃത്യമായിട്ട് നമുക്കറിയാം, ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. അത് കൃത്യമായിട്ട് തന്നെ അല്ലെ, ഒരു അടുക്കും ചീട്ടയോടും കൂടിയിട്ട് ആസൂത്രിതപരമായിട്ടുള്ള രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്താലാണ് ഉദ്ദേശിച്ച ഓർഗനൈസേഷന്റെ ആ ഒരു എയിം എന്താണ് നേരത്തെ നമ്മൾ ഉദ്ദേശിച്ച ആ സമയത്തിനുള്ളിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ നമുക്കറിയാം ഒരു ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ എപ്പോ വേണമെങ്കിലും കൈവരിക്കാം. പക്ഷെ ആ കൈവരിക്കുന്നത് തീർച്ചയായിട്ടും എന്താണ് കൈവരിക്കുന്നത് അത് കൃത്യമായ ടൈമിൽ ആണെങ്കിൽ മാത്രമാണ് ബിസിനസ്സിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഒരു സ്റ്റാർട്ടിങ് ഒരു ബിസിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് മാർക്കറ്റിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെങ്കിൽ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിനൊരു നല്ല രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് എല്ലാവരിൽ നിന്നും കണ്ടെത്തേണ്ടതുണ്ട്. സോ അത് ആ ടൈമിൽ തന്നെ അത് നേടിയെടുത്താലാണ് ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിന് അടുക്കും ചിട്ടയും വേണമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ബിസിനസ് ഫേമിന്റെ കാര്യമായതുകൊണ്ട്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു എംപ്ലോയീസിനെ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും നോട്ട് ചെയ്യുന്നത് അല്ലെ. അവിടെയുള്ള ഓർഗനൈസേഷന്റെ എംപ്ലോയീസിനെ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. പ്രവർത്തനങ്ങൾ പ്രത്യേകം കാറ്റഗറൈസ് ചെയ്ത് തന്നെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് ഫങ്ഷൻസ്? വി ഹാവ് ഓൾറെഡി ഡിഫൈൻഡ് HRM. The definition of HRM is based on what managers do. എങ്ങനെയാണ് മാനേജേഴ്സ് എന്താണ് അല്ലെ അവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നതെന്നുള്ളത് പ്രധാനമായിട്ട് ഡെഫിനിഷനിൽ എടുത്ത് പറയുന്നുണ്ട്. ദ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ മാനേജേഴ്സ് ആർ കോമൺ ടു ഓൾ ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷനിലും ഇത് ഫങ്ഷൻസ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നല്ല വെൽ റൺ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കറിയാം അതിന്റെ അനുസരിച്ചിട്ട് തന്നെ അവിടെയുള്ള എംപ്ലോയീസ് നല്ല എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ടാവും. For the convenience of a study, the function performed by the resource management can be broadly classified into two categories.
ഓക്കെ, ഇതിന്റെ ഫങ്ഷൻസിന്റെ കാര്യങ്ങൾ അനുസരിച്ചിട്ട് നമുക്കറിയാം അവിടെ മാനേജ്മെന്റ് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് ഈ ഫങ്ഷൻസിന് ശേഷമാണ് അവിടെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ടൈമിൽ നോക്കാം. അതായത് ഫങ്ഷൻസിന്റെ കാര്യം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പൊ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത്. അതിൽ ഫങ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. പ്ലാനിങ്, സ്റ്റാഫിങ്, ഡെവലപ്പിംഗ്, മോണിറ്ററിങ്, മെയിൻറ്റെയിനിങ്, ദെൻ മാനേജിങ് റിലേഷൻഷിപ്പ്. അപ്പൊ ഇത്തരത്തിലാണ് അതിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് പ്ലാനിങ്. എന്താണ് പ്ലാനിങ്ങിൽ പറയുന്നത്? പ്രിപ്പയറിംഗ് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ് ഇൻ ദ ലൈറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻസ് എൻവയറമെന്റ്, മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ് ആൻഡ് ഇന്റേണൽ സ്ട്രാറ്റജീസ് ആൻഡ് ഇന്റേണൽ strength and weakness, including its structure, culture, technology and leadership. അപ്പോ പ്ലാനിങ് എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആസൂത്രിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ അല്ലെ അവിടെയുള്ള എംപ്ലോയീസിനെ കൈകാര്യം ചെയ്തു പോകണം. തീർച്ചയായിട്ടും നമുക്കറിയാം കുറെ ഘടകങ്ങൾ അത് ആശ്രയിച്ചിരിപ്പുണ്ട് അല്ലെ. പ്രധാനമായിട്ടും ഓരോ എംപ്ലോയീസിനും ക്വാളിഫിക്കേഷൻ ഒക്കെ സെയിം ആണെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്കില്ലായിരിക്കും അവർക്ക് ഉണ്ടാവുക അല്ലെ. ചിലപ്പോൾ സ്പീഡിലി ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ടെങ്കിൽ ചിലർക്കൊക്കെ വളരെ സ്ലോയിലായിരിക്കും അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ടാവുക. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ തന്ത്രപരമായിട്ടുള്ള രീതിയിൽ തന്നെ അതൊക്കെ ആസൂത്രണം ചെയ്യണം. ഇൻ കേസ് അവിടെ ഓർഗനൈസേഷന്റെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഏതൊക്കെ രീതിയിലാണ് അതിന്റെ ആ സ്ട്രെങ്ത്, എംപ്ലോയീസിന്റെ സ്ട്രെങ്ത് കൈകാര്യം ചെയ്യേണ്ടത്. ഇൻ കേസ് കൂടുതൽ എംപ്ലോയീസിനെ കൂട്ടണോ എന്ന് നമുക്കറിയാം. വിഷന്റെ ഒക്കെ ആവിർഭാവം അല്ലെ ഉത്ഭവം ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ കൂടി സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ വിഷനെ ഒപ്പം തന്നെ ഹ്യൂമൻ റിസോഴ്സ് നിലനിർത്തി കൊണ്ടുപോകാനായിരിക്കും മിക്കവാറും ഓർഗനൈസേഷൻസ് ഒക്കെ ആഗ്രഹിക്കുന്നത്. സോ അതിന്റെ അനുസരിച്ചിട്ട് അല്ലെ പലതരത്തിലുള്ള ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം. എംപ്ലോയീസിന്റെ എണ്ണം അല്ലെങ്കിൽ അവരെ കണ്ടെത്തുന്നത് റിക്രൂട്ട്മെന്റ് തലത്തിൽ ഒക്കെ അവരെ കണ്ടെത്തി നല്ല രീതിയിൽ സെലക്ഷൻ ഒക്കെ നടത്തിയിട്ട് അവർക്ക് അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ തന്ത്രപരമായിട്ടുള്ള പല തീരുമാനങ്ങളും അവിടെ എടുക്കേണ്ടതുണ്ട്. തന്നെ ഇൻക്ലൂഡിങ് അതിന്റെ ഘടനയിൽ നമുക്കറിയാം വെരിഫിക്കേഷൻ ഒക്കെ വരുത്തേണ്ടതുണ്ടാവും. ചിലപ്പോ ഒരുപാട് അല്ലെ നമുക്കറിയാം ചില കാറ്റഗറിയിൽ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതേസമയം ചില കാറ്റഗറിയിൽ കുറച്ച് എംപ്ലോയീസ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെ. ശരിയല്ലേ? ഉണ്ടാവില്ലേ? ഫീൽഡ് വർക്കിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ ടോപ്പ് ലെവലിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള പൊസിഷനിലൊക്കെ നമുക്കറിയാം കുറച്ച് പേഴ്സൺസ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലേ. ശരിയല്ലേ? എല്ലാ ഒരു ഓർഗനൈസേഷൻ എടുത്താൽ ഒരു കമ്പനി എടുത്താലും നമുക്കറിയാം വ്യത്യസ്ത കാറ്റഗറിയിലായിരിക്കും വ്യത്യസ്ത പേഴ്സൺസ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഘടനയുണ്ട് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ടോപ്പ് ലെവലിലുള്ള ജീവനക്കാർക്ക് ശേഷം അതിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരുണ്ടാവും, അതിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരുണ്ടാവും, അങ്ങനെ സബോർഡിനേറ്റ് അല്ലെ. താഴേക്ക് ഒരു ഹൈറാർക്കി മോഡലിലായിരിക്കും ആ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് തന്നെ ആരെയാണ് അല്ലെ എത്രത്തോളം കഴിവുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള വ്യക്തികളെയാണ് മേൽപ്പതി അല്ലെ ഏറ്റവും ലീഡർഷിപ്പ് പൊസിഷനിലൊക്കെ നിർത്തുക എന്നുള്ളത് മനസ്സിലാക്കിയതിന്റെ ശേഷമാണ് അവർ അതിനനുസരിച്ചിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. സോ അതിനനുസരിച്ചിട്ട് ടെക്നോളജി നമുക്കറിയാം അതിന്റെ ആ ഒരു എന്താണ് മെഷീന്റെ ഒക്കെ ഉപയോഗം അല്ലെ അതൊക്കെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും. അതേപോലെ തന്നെ അതിന്റെ ലീഡർഷിപ്പ് മേൽനോട്ട നടപടികളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതെല്ലാം തന്നെ നമുക്കറിയാം ഒരു സ്ട്രക്ചർ അല്ലെ നല്ലൊരു ആസൂത്രിതപരമായിട്ടുള്ള രീതിയിലായിരിക്കും. ഒരു കമ്പനി നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അടുക്കും ചുറ്റിയോടും കൂടിയിട്ടുള്ള ഒരു ക്രമീകരണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ ഓർഗനൈസേഷന് ഗോള് എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതല്ല യാതൊരു തരത്തിലുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഓർഗനൈസേഷൻ സ്ട്രക്ചറൊന്നും ഇല്ലാതെയാണ് അവിടെ ആ ഫോം മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഒരു പ്ലാനിങ് ഇല്ലാതെ ബിസിനസ് ഇല്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രക്ചറും ടെക്നോളജി വേണമെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും സംസ്കാരം അല്ലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള അവയർനെസ് ആവശ്യമാണ് അല്ലെ. അപ്പൊ അതിനൊരു പ്ലാനിങ് ആവശ്യമാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റാഫിങ്. ഓക്കെ, നമ്മളിപ്പോ ഓർഗനൈസേഷൻ ഇന്നതാണ്, ഇതിൽ ഇത്രയും പേഴ്സൺസിനെ നിയമിക്കണം, ഇത്രയും മെഷീനറി ഉൾപ്പെടുത്തണം, ഈ രീതിയിലാണ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഘടന തയ്യാറാക്കിയതിനു ശേഷമാണ് നെക്സ്റ്റ് ഇതിലേക്ക് വരുന്നത് എന്താണ്? ഓക്കെ, എത്രത്തോളം പേഴ്സൺസിനെ കണ്ടെത്തേണ്ടതുണ്ട്, ആ പേഴ്സൺസിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അല്ലെ. ഏത് തരത്തിലുള്ള ജോലിയാണോ ആ ജോലിക്ക് അനുയോജ്യനായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തണം, അനുയോജ്യനായിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്.
അപ്പൊ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. Okay, staffing obtaining people with the appropriate skills, abilities, knowledge and experience to fill jobs in the work organization. Okay, അപ്പൊ ആ ഓർഗനൈസേഷനിൽ നമുക്കറിയാം ആ ജോലി അല്ലെ, അത് ഏത് ജോലിയാണോ വേക്കന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ജോലിക്ക് അല്ലെ അത് അനുയോജ്യനായിട്ടുള്ള ഒരു പേഴ്സൺസ്. അനുയോജ്യനായിട്ടുള്ള പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് അറിവ് ആവശ്യമാണ്, അതോടൊപ്പം തന്നെ കഴിവുകൾ ആവശ്യമാണ് അല്ലെ, പലതരത്തിലുള്ള ആ ഒരു ജോലി സ്പീഡിൽ ചെയ്യാനായിട്ടുള്ള സ്കില്ല് അല്ലെങ്കിൽ അബിലിറ്റീസ് ഒക്കെ അവർക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്കില്ലോ നോളജോ ഉള്ള പേഴ്സൺസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് എന്തിൽ നടക്കുന്നത്, സ്റ്റാഫിംഗ് എന്ന പ്രോസസ്സിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വരിക. ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് അങ്ങനെ അല്ലെ പലതരത്തിലുള്ള ഫങ്ഷൻസുകളുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. അതായത് പ്ലാനിങ് ഫംഗ്ഷനിൽ അപ്പൊ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കുക അല്ലെ. അവിടെ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ സ്ട്രക്ചർ, ടെക്നോളജി ഒക്കെ എത്രത്തോളം വേണം എന്നൊക്കെ ആസൂത്രിതമായിട്ട് തീരുമാനിക്കുന്ന ഒരു ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ അവിടെ അനുയോജ്യനായിട്ടുള്ള ഒരു പേഴ്സണെ അല്ലെ, ഏത് വേക്കൻസി ആണോ ഉള്ളത്, ഏത് തൊഴിലാണോ വേക്കന്റ് ആയിട്ട് വന്നിരിക്കുന്നത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്കില്ല്, നോളജ്, എബിലിറ്റി ഉള്ള ഒരു പേഴ്സണെ അല്ലെ, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടെത്തുക എന്നുള്ളതാണ് സ്റ്റാഫിംഗിൽ നടപ്പാക്കുന്നത്. അപ്പോ അത് ആ പോയിന്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാ. കീ പ്രാക്ടീസ് ആർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ജോബ് അനാലിസിസ് ആൻഡ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ഹ്യൂമൻ പ്ലാനിങ്ങിനെ കുറിച്ച് നമുക്കറിയാം നല്ലൊരു പ്ലാനിങ് ഉണ്ടാവണം അല്ലെ, ഏത് തരത്തിലുള്ള എംപ്ലോയി ആണ് വേണ്ടത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തതിന് ശേഷമാണ് റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് പോവുക അല്ലെ. ഇന്ന ക്വാളിഫിക്കേഷൻ, ഇന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരു പേഴ്സണെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിലാണ് അത്തരത്തിലുള്ള പേഴ്സൺസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. അങ്ങനെ വരുമ്പോഴും നമുക്കറിയാം അവിടെ പ്ലാനിങ്, ജോബ് അനാലിസിസ് അല്ലെ, തീർച്ചയായിട്ടും ഈ പ്ലാനിങ് നടത്തുമ്പോൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏത് ജോലിയാണ് അല്ലെ. ആ ജോലി എന്ന് പറയുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു നോളജ് വേണ്ട ഒരു ജോലി ആയിരിക്കാം അല്ലെ. അപ്പൊ ഏത് തരത്തിലുള്ള ജോലിയാണെന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടെങ്കിലാണ് ഏത് തരത്തിലുള്ള പേഴ്സണെയാണ് കണ്ടെത്താനായിട്ട് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ അവിടെ തീർച്ചയായിട്ടും എന്താണ് അവിടെ അതിനനുസരിച്ചിട്ട് അല്ലെ, ഇവിടെ എന്താണ് നമ്മുടെ നോളജിനനുസരിച്ചിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക, അതിനനുസരിച്ചിട്ടുള്ള ആ വ്യക്തികളെ തന്നെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ മനസ്സിലാക്കുക എന്താണ്, നമുക്ക് സ്റ്റാഫിംഗ് നടത്തുമ്പോൾ ഏതൊരു തരത്തിലുള്ള ജീവനക്കാരെയാണോ കണ്ടെത്തേണ്ടത് അത്തരത്തിലുള്ള ജീവനക്കാരൻ, അതായത് വേക്കന്റ് ആയിരിക്കുന്ന തൊഴില് ഏതാണോ ആ വേക്കൻസി, അതിന്റെ ആ ജോലിയുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ അല്ലെ, വ്യക്തിയെ കുറിച്ചിട്ടും നല്ലൊരു നോളജ് ഉണ്ടാവണം. അതായത് ഏത് തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ, നോളജ് ഉള്ള വ്യക്തിയാണെന്നുള്ളതും തിരിച്ചറിയണം അല്ലെ. അപ്പോ ഈ പ്രാക്ടീസസ് ആണ് ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ്, ഏത് പേഴ്സൺ ആണെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ജോബ് അനാലിസിസ്, ജോലിയെ കുറിച്ചിട്ടുള്ള നല്ല വിലയിരുത്തൽ ആവശ്യമാണ്. ആൻഡ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, അങ്ങനെ കഴിയുമ്പോഴാണ് നമുക്കറിയാം റിക്രൂട്ട്മെന്റ് നടപടികളിലേക്ക് പോകുന്നത് അല്ലെ. അപ്പോ അനുയോജ്യനായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്താൻ ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ഇന്ന എക്സ്പീരിയൻസ് വേണം എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും അപേക്ഷകൾ നമ്മൾ കൊടുക്കുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്നത്. കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്നാണ് നമ്മൾ ഏറ്റവും അനുയോജ്യരായിട്ടുള്ള പേഴ്സൺസിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന സെലക്ഷൻ അല്ലെ, സ്റ്റാഫിംഗ് എന്ന കാറ്റഗറിയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, കീ പ്രാക്ടീസസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ജോബ് അനാലിസിസ് ആൻഡ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ ആണോ? ക്ലിയർ ആണ്? രണ്ട് ഫംഗ്ഷൻ ആണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാനിങ്, ദെൻ സെക്കൻഡ് വൺ സ്റ്റാഫിംഗ്, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ്. ഇപ്പൊ പ്ലാൻ ചെയ്തതനുസരിച്ചിട്ട് നമ്മൾ സ്റ്റാഫിംഗ് കാര്യങ്ങളൊക്കെ നടത്തി, അതായത് അനുയോജ്യനായിട്ടുള്ള പേഴ്സൺസിനൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും. ഇനി നമ്മുടെ കമ്പനിയിലേക്ക് ഈ വ്യക്തികൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ കുറച്ചും കൂടി കമ്പനിക്ക് അനുയോജ്യമാക്കി വാർത്തെടുക്കണം. എങ്കിലല്ലേ നമുക്ക് ഓർഗനൈസേഷനെ ഏറ്റവും ഗുണകരമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ ആ വ്യക്തിയെ ഡെവലപ്പ് ചെയ്തെടുക്കണം അല്ലെ. അനലൈസിങ് ലേണിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുർ ദാറ്റ് എംപ്ലോയീസ് possess the knowledge and the skills to perform satisfactorily in their jobs or to advance in the organization.
ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അനലൈസിംഗ് ലേണിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുർ ദാറ്റ് എംപ്ലോയീസ് പൊസസ് ദ നോളജ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അനലൈസിംഗ് ലേണിംഗ് റിക്വയർമെന്റ്സ് അല്ലെ. ലേണിംഗ് റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പഠിച്ചിരിക്കുക അല്ലെ, അവരെ പഠിച്ചിരിക്കുക. വന്നിരിക്കുന്ന ഈ ഒരു എംപ്ലോയി അവരെ കൃത്യമായിട്ട് പഠിക്കുക. എന്താണ്, അവര് ഈ കമ്പനിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ ആണോ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഉണ്ടോ അല്ലെ, സ്കില്ലൊക്കെ ഉണ്ടോ, പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, കമ്പനിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ അവരുടെ പെർഫോമൻസ് ഒക്കെയാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. എന്താ പറയുന്നത്, ഓർ ടു അഡ്വാൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഇൻ കേസ് ഓർഗനൈസേഷൻ ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ഒരു ചലഞ്ച് വന്നാലും അതിനെ അഭിമുഖീകരിക്കാൻ ശേഷിയുള്ള ഒരു എംപ്ലോയി ആണോ എന്നുള്ളത് നേരത്തെ കൂട്ടി അവരെ മനസ്സിലാക്കി വെക്കുക. പെർഫോമൻസ് അപ്രൈസൽ ക്യാൻ ഐഡന്റിഫൈ എംപ്ലോയി കീ സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസ്. ഓക്കെ, അതായത് നമ്മൾക്ക് അറിയാം എന്താണ് ഈ പെർഫോമൻസ് നമ്മൾ വിലയിരുത്താനായിട്ടുള്ള സാധ്യത അവരുടെ നോളജ് അല്ലെങ്കിൽ സ്കില്ല് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻ കേസ് എന്തെങ്കിലും ചലഞ്ച് നിറഞ്ഞ അല്ലെ, പെട്ടെന്ന് വരുന്ന അല്ലെ എന്തെങ്കിലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ വിലയിരുത്തണം. ഇങ്ങനെ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് അല്ലെ. അപ്പൊ ഇത്തരം നടപടികളൊക്കെ ഏത് ഫംഗ്ഷനിലാണ് കൈകാര്യം ചെയ്യുന്നത്, ഡെവലപ്പിംഗ് ഫംഗ്ഷനിൽ. Okay, analyzing learning requirements to ensure that the employees possess the knowledge and the skill to perform satisfactorily. അല്ലെ, തൃപ്തികരമായ രീതിയിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിന് അനുയോജ്യമായിട്ടുള്ള സ്കില്ല് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. അത് മാത്രമല്ല, വരുന്ന എന്തെങ്കിലും വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള ശേഷിയും ഈ വ്യക്തിക്ക്, ഈ വരുന്ന ഈ ഉള്ള അല്ലെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന ഈ എംപ്ലോയിക്ക് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക അല്ലെ. അതാണ് പ്രധാനമായിട്ടും ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് പ്രോസസ്സിൽ വരുന്നത്. നമുക്കറിയാം ഈ ഡെവലപ്പിംഗ് പ്രോസസ്സിലാണ് തീർച്ചയായിട്ടും എന്താണ് അവർക്ക് എന്തെങ്കിലും അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് ആവശ്യമുണ്ട് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നോക്കാം നെക്സ്റ്റ് ഫംഗ്ഷനിലേക്ക് നോക്കാം. മോണിറ്ററിങ് ആൻഡ് മെയിൻറ്റെയിനിങ്. ഓക്കെ, അത് രണ്ടും കൂടി ഒന്നിച്ച് തന്നെയാണോ നിങ്ങളുടെ ടെസ്റ്റിൽ വന്നിരിക്കുന്നത്? അല്ല, ഇതും രണ്ടും സെപ്പറേറ്റ് ആണോ വന്നിരിക്കുന്നത്? സെയിം ഇത് തന്നെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. മോണിറ്ററിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ആണത്. ഒന്നിച്ചാക്കാം. That is an administration of a reward system. So, systems, human resource practices include job evaluation, performance appraisal, pay and benefits. Okay, same തന്നെയാണ് അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അതായത് മോണിറ്ററിങ് ആൻഡ് മെയിൻറ്റെയിനിങ്ങിൽ എന്താ നടപ്പാക്കുന്നത്, നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇൻ കേസ് ആ പുതിയ എംപ്ലോയി ഓക്കെ ആണ് എന്ന് തോന്നുമ്പോൾ ഓക്കെ അവരെ നിലനിർത്തുന്നു. അതിനപ്പുറം അവർക്ക് കുറച്ചും കൂടി ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നു. അതിനുശേഷം നമുക്കറിയാം അവരുടെ സ്കില്ല് അല്ലെങ്കിൽ നോളജ് ഇച്ചിരി കൂടി അല്ലെ നല്ല മാക്സിമം അവര് യൂട്ടിലൈസ് അല്ലെ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവരെ കുറച്ചും കൂടി തൃപ്തികരമാക്കി അല്ലെ ജോലിയിലേക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടാക്കത്തക്ക വിധത്തിൽ അവർക്ക് റിവാർഡും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പാരിതോഷികങ്ങള് സാലറി അല്ലെ കൂട്ടി കൊടുക്കുകയോ മറ്റേതെങ്കിലും എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ച് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് എംപ്ലോയിക്ക് ആ ഓർഗനൈസേഷൻ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും അല്ലെ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാവും, ഒരു കടപ്പാടുണ്ടാവും. സോ അവരെന്ത് ചെയ്യും, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. സോ ഇത്തരത്തിലുള്ള നടപടികളാണ് ഏത് ഫംഗ്ഷനിൽ നടപ്പാക്കുന്നത്, മോണിറ്ററിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നോക്കാം. ദ ഡിസൈൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിവാർഡ് സിസ്റ്റംസ്, ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസസ് ഇൻക്ലൂഡ്സ് ജോബ് ഇവാലുവേഷൻ അല്ലെ, ജോലി വിലയിരുത്തിയിട്ടാണ് ഈ റിവാർഡ് സിസ്റ്റംസ് ഒക്കെ അഡ്മിനിസ്ട്രേറ്റ് അല്ലെ അവിടെ ഭരണ നിർവഹണത്തിൽ അവർക്ക് വേണ്ടിയിട്ട് നടപ്പാക്കുന്നത്. നോക്കാം, പെർഫോമൻസ് അപ്രൈസൽ, പേ ആൻഡ് ബെനിഫിറ്റ്സ് അല്ലെ, അവരുടെ പെർഫോമൻസുകളൊക്കെ വിലയിരുത്തി കഴിയുമ്പോൾ അവർ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അവരെ ഒന്ന് മോട്ടിവേറ്റ് അല്ലെ കുറച്ചും കൂടി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുക. കുറച്ച് പേ കൂട്ടി കൊടുക്കുക അല്ലെ, ഇതൊക്കെ സാലറി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലൊക്കെ ബെനിഫിറ്റ്സുകൾ നമ്മൾ പറഞ്ഞു റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകളോ എന്റർടൈൻമെന്റ് ബെനിഫിറ്റ്സുകളോ അങ്ങനെ ഏതെങ്കിലൊക്കെ പാക്കേജുകളൊക്കെ ഇൻഷുറൻസ് ക്ലെയിമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് കുറച്ച് കൂടുതലായിട്ട് ആ ഒരു കമ്പനിയോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മോണിറ്ററിങ് ആൻഡ് മെയിൻ്റെനൻസ് ഫംഗ്ഷനിൽ നടപ്പാക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ HRM ഡിപ്പാർട്ട്മെന്റിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട് അല്ലെ. വെറുതെ ഒന്നും അവര് എന്താണ് തൊഴിലുടമയുടെ ഫണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് വെറുതെ വിനിമയം ചെയ്യാനായിട്ട് അവർ തയ്യാറാവില്ല അല്ലെ.
അപ്പൊ മാക്സിമം അതിൽ നിന്ന് റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടെങ്കിലാണ് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് എടുക്കാനായിട്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ തൊഴിലുടമ തയ്യാറാവുള്ളൂ. സോ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ബെനഫിഷ്യൽ പാക്കേജുകളൊക്കെ അവർക്ക് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലഭ്യമാകുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഫംഗ്ഷൻ ക്ലിയർ ആണോ? ഒക്കെയാണ്. അപ്പൊ നമ്മൾ എത്ര ഫംഗ്ഷൻസ് ആ കണ്ടത്? പ്ലാനിങ്, സ്റ്റാഫിങ്, ഡെവലപ്പിംഗ്, ദെൻ മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കാം, മാനേജിങ് റിലേഷൻഷിപ്സ്. ഓക്കെ, മാനേജിങ് റിലേഷൻഷിപ്സിൽ എന്താ പറയുന്നത്? Encompasses a range of employee involvement or participation skills in non-union or union workplace. Okay, നമുക്കറിയാം ചിലപ്പോൾ വേണമെങ്കിൽ എംപ്ലോയി ഈ പറഞ്ഞ മാതിരി എംപ്ലോയർ അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളൊക്കെ അല്ലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് ഒക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മിക്കവാറും തൊഴിലിടത്തിൽ എന്താണ് തൊഴിലുടമ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്ത് കൊടുക്കില്ല അല്ലെ. അവർക്ക് കൊടുക്കാവുന്ന ഒരു സാലറി കൊടുക്കുന്നതിനപ്പുറം ഒരുപാട് ബെനിഫിഷ്യൽ പാക്കേജുകളൊന്നും കൊടുക്കാനായിട്ട് അവര് തയ്യാറാവില്ല അല്ലെ. ഇൻ കേസ് ഓർഗനൈസേഷൻ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോയാൽ കൂടി അവർക്ക് എന്തെങ്കിലും അതിൻ്റെതായ ഒരു ലാഭവിഹിതം പോലും കൊടുക്കാൻ പറ്റാത്ത ചിലപ്പോ ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇങ്ങനെ വരുമ്പോഴെന്താണ് അവര് ബാർഗെയിൻ ചെയ്യും. അവരുടെയും കൂടി കഠിനമായ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് നേട്ടങ്ങൾ അല്ലെ ഈ ഓർഗനൈസേഷന് നേട്ടങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ സോ ഞങ്ങൾക്ക് അല്ലെ എംപ്ലോയിക്ക് അനുകൂലമായിട്ടുള്ള കുറച്ച് നടപടികൾ സ്വീകരിക്കണം എന്നൊക്കെ അവര് ആഗ്രഹിക്കും. സോ അവരെന്ത് ചെയ്യും? അവർ ബാർഗെയിൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ അവരെ മൈൻഡ് ചെയ്യാതെ വരുമ്പോഴെന്ത് ചെയ്യും? അവർ യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് ഇടും. ഓക്കെ, യൂണിയന്റെയും കൂടി അല്ലെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ അവരുടെ ഇതായിട്ടുള്ള ചിലപ്പോൾ വേണമെങ്കിൽ അവരെ കൊണ്ട് അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ തൊഴിലുടമ അവരെ കൊണ്ട് ഒരുപാട് വർക്കിനോട് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കറിയാം അവരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. സോ അവരെന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് സ്ട്രൈക്കും ലോക്കൗട്ടൊക്കെ നടത്താനൊക്കെ ആയിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തില് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ടൊക്കെ തയ്യാറാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ നല്ല രീതിയിൽ യൂണിയനിലുമായിട്ടൊക്കെ മുന്നോട്ട് പോയാൽ മാത്രമാണ്
സോറി, ചെറിയൊരു സമയം എടുത്തുട്ടാ, ക്ഷമിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് നോക്കിയത്? ഫങ്ഷൻസ് അല്ലെ, പ്ലാനിങ്, സ്റ്റാഫിങ്, ഡെവലപ്പിംഗ്, മോണിറ്ററിങ് ആൻഡ് മെയിൻറ്റെയിനിങ്, മാനേജിങ് റിലേഷൻഷിപ്പ് ആണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. അതില് അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു എംപ്ലോയിയുടെ ആവശ്യങ്ങൾ, തീർച്ചയായിട്ടും എംപ്ലോയിയുടെ നടപ്പാക്കി കൊടുത്തില്ല എങ്കിൽ അവര് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുമെന്ന് പറഞ്ഞു. സോ അവര് അത്തരത്തില് യൂണിയനിലെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും HRM ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായിട്ടൊരു ഡ്യൂട്ടി ഉണ്ട്. കാരണം അവരെയൊക്കെ സമയം അല്ലെ നല്ല രീതിയിൽ നല്ല ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെ. ശരിയല്ലേ? യൂണിയനെയൊക്കെ തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും സ്ട്രൈക്കും ലോക്കൗട്ട് ഒക്കെ ആയിരിക്കും അല്ലേ? ശരിയല്ലേ? സോ മനസ്സിലാക്കുക എന്താണ് HRM ഡിപ്പാർട്ട്മെന്റിന് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടിയും കൂടിയുണ്ട്. In a union environment, this includes negotiating contracts and administering the collective agreement. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികളൊക്കെ വരുന്ന അവരവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് അല്ലെ, എവിടെയെങ്കിലും ഒരു ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ട് മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചിട്ട് അവർക്ക് പരസ്പരം അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെ തീരുമാനങ്ങളൊക്കെ എടുത്തു പോകേണ്ടതുണ്ട് അല്ലെ. ഇപ്പൊ ചർച്ചകൾ വരുമ്പോൾ മീറ്റിങ്ങുകൾ ചിലപ്പോൾ വേണമെങ്കിൽ തൊഴിലുടമ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കേണ്ടതായിട്ട് വരുന്നു. തൊഴിലാളികൾക്കും അവരുടെ ഏതെങ്കിലുമൊക്കെ ലീഡേഴ്സ് ഒക്കെ ആയിരിക്കും, അതല്ലെങ്കിൽ യൂണിയൻ ലീഡേഴ്സ് ഒക്കെ ആയിരിക്കും അവർക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം അല്ലെ, യൂണിയനിലെ അല്ലെങ്കിൽ എംപ്ലോയീസിന് വേണ്ടിയിട്ട് മാധ്യസ്ഥം നൽകുന്നത്. സോ അവരെയെല്ലാം ഇത്തരത്തിലുള്ള ആ ഒരു ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവരെ കൊണ്ടുവന്ന് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ അല്ലെ, ഒരു നല്ല പ്ലാറ്റ്ഫോം ഒക്കെ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ദെൻ അങ്ങനെ ഒരു എഗ്രിമെന്റിലേക്കൊക്കെ നല്ല രീതിയിൽ അല്ലെ, ഒരു ഇരുകൂട്ടർക്കും പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തേണ്ടതുണ്ട്. സോ ഇത്തരത്തിലുള്ള ഫംഗ്ഷനും ആര് നിർവഹിക്കേണ്ടതായിട്ട് വരുന്നു? HRM ഡിപ്പാർട്ട്മെന്റ് നിർവഹിക്കേണ്ടതായിട്ട് വരും. ഓക്കെയാണോ? ഓക്കെയാണോ? അപ്പൊ മാനേജിങ് റിലേഷൻഷിപ്സ് encompasses a range of employee involvement or participation schemes. അതായത് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം ഒരു തീരുമാനങ്ങൾ എടുക്കാനായിട്ട് തൊഴിലാളികളെ ഒന്നും ക്ഷണിക്കില്ല. അവർ കുറെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ തന്നെ ശ്രമിക്കും. ചിലപ്പോൾ അവരുടെ വർക്കിംഗ് കണ്ടീഷൻ മോശമായിരിക്കും അല്ലെ, അവർക്ക് നല്ലൊരു സാലറി ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. സോ അവരെന്ത് ചെയ്യും? അവർ ബാർഗെയിൻ ചെയ്യും അല്ലെ, ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ സാന്നിധ്യം വേണം, ഞങ്ങൾക്ക് ഫേവറബിൾ ആണോ എന്ന് നോക്കിയിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെ. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ അവർ ഉന്നർത്തിക്കും. അതല്ല എങ്കിൽ അവർ നല്ല വർക്ക് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സാലറി കിട്ടുന്നില്ല എങ്കിലൊക്കെ അവരെന്ത് ചെയ്യും? ബാർഗെയിൻ ചെയ്യും. സോ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ടായിരിക്കും അവരുടെയും കൂടി ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും അവരെ ബാർഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഇത്തരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, അവിടെ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും നല്ല ബെറ്റർ ആയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നെഗോഷിയേഷൻ അല്ലെ, ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചു കൊടുത്ത് നല്ല അഡ്മിനിസ്ട്രേറ്റീവ് രീതിയിൽ തന്നെ അവരുടെ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണമെങ്കിൽ അല്ലെ, ഭരണ നിർവഹണത്തിലൊക്കെ ഉണ്ടാക്കി പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവര് നല്ല രീതിയിലുള്ള പ്രവർത്തനം ആവശ്യമാണ്. അതും ആര് തന്നെയാണ് നിർവഹിക്കേണ്ടി വരുന്നത്? HRM ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നിർവഹിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് എത്ര ഫങ്ഷൻസ് കണ്ടു? പ്ലാനിങ്, സ്റ്റാഫിങ്, ഡെവലപ്പിംഗ്, ദെൻ മോണിറ്ററിങ് ആൻഡ് മെയിൻറ്റെയിനിങ്, ദെൻ മാനേജിങ് റിലേഷൻഷിപ്സ്. ഓക്കെ, ലാസ്റ്റ് ഫങ്ഷൻ നമുക്ക് നോക്കാം, ഇവാലുവേറ്റിംഗ്. ഓക്കെ, ഇവാലുവേറ്റിംഗിൽ എന്താ പറയുന്നത്? ഡിസൈനിങ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് ദ പ്രോസസ്സസ് ദാറ്റ് മെഷർ, evaluate the communicate the value added component of human resource practices and the entire human resource system to the organization. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും നല്ല മൂല്യത്തോടു കൂടിയിട്ട് അല്ലെ, ഉൽപാദന ചെലവിനേക്കാൾ കൂടുതൽ നമുക്കറിയാം അതിന്റെ എന്താ പറയുക, നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്, ബിസിനസ് തകർന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഒരിക്കലും നമ്മൾ എന്താണ് അവിടെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ ചലനാത്മകമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. എവിടെയും ബ്രേക്ക് വരുത്താത്ത രീതിയിൽ തന്നെ മൂല്യാധിഷ്ഠിതമായിട്ട് മൂല്യവർദ്ധിതമായിട്ടുള്ള രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകണം അല്ലെ. അപ്പൊ മുഴുവൻ HRM സംവിധാനം വെച്ച് കഴിയുമ്പോൾ എവിടെയുള്ള എല്ലാ എംപ്ലോയീസും അവരുടെ സംതൃപ്തിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ
ഓർഗനൈസേഷൻ ഫോം ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആക്കി നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉൽപാദനക്ഷമതയോട് കൂടിയിട്ട് മുന്നേറണമെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ ഡിസൈനിങ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോസസ് ദ മെഷർ അല്ലെ, അവിടെ നടപടിക്രമങ്ങളെല്ലാം രൂപകൽപ്പന ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും HRM ഡിപ്പാർട്ട്മെന്റ് ആണ് എംപ്ലോയിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്കും എംപ്ലോയിയുടെ ഇടയിൽ അവിടെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് അത്തരം നടപടികളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ആരായിരിക്കും? HRM ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. സോ അത്തരത്തിലുള്ള നല്ല രീതിയിൽ രൂപകൽപ്പന ചെയ്യണം അല്ലെ. അപ്പോ ഇങ്ങനെ രൂപകൽപ്പന ചെയ്യണമെങ്കിൽ നമുക്കറിയാം നല്ല രീതിയിൽ ഇവാലുവേഷൻ നടത്തണം. തൊഴിലാളികളുടെ ഓരോ ആഗ്രഹങ്ങൾ എന്താണ്, വർക്കിംഗ് കണ്ടീഷൻ ഓക്കെ ആണോ, അവര് ഹാപ്പി ആണോ, അല്ലെങ്കിൽ അവർക്ക് മതിയായ ട്രെയിനിങ് ഉണ്ടോ അല്ലെ, എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് അവിടെ ആവശ്യമാണ്. എന്റെ പേരില്ലേ ഇപ്പൊ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യമില്ലേ? വിലയിരുത്തൽ ആവശ്യമാണ്. അതേപോലെ തന്നെ തൊഴിലാളികളുടെ ഇടയിലൊക്കെ കമ്മ്യൂണിക്കേഷൻ അല്ലെ, നിങ്ങൾക്ക് ഓക്കെ ആണോ, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വർക്കിംഗ് കണ്ടീഷൻ ഓക്കെ ആണോ, മതിയായ ട്രെയിനിങ് ഉണ്ടോ, ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള നോളജ് നിങ്ങൾക്ക് ലഭ്യമാണോ അല്ലെ, അതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലും കമ്മ്യൂണിക്കേഷനൊക്കെ ആവശ്യമാണ്. സോ ഇങ്ങനെ മൂല്യാധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഓർഗനൈസേഷന് അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഇവാലുവേറ്റിംഗ്, ഡിസൈനിങ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോസസ് ദാറ്റ് മെഷർ, evaluate and communicate the value-added component of human resource practices and the entire human resource system to the organization. Okay. So, ഇത്രയും functions ഒക്കെ അല്ലേ? ആണോ? അയച്ചു നോക്കാം. ഏതെങ്കിലും ഫങ്ഷൻസ് കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് നിങ്ങൾ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് പോകാം. പിന്നെ ഏത് ഫംഗ്ഷൻ ആണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇപ്പൊ നമുക്കറിയാം. ഓരോ ഫംഗ്ഷൻസിനും അല്ലെ ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പൊ ഇൻ കേസ് ഇവാലുവേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ വാല്യൂ ആഡഡ് കമ്പോണന്റ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് ഫംഗ്ഷനിലാണ്? വാല്യുവേഷൻ ഫംഗ്ഷൻസിലാണ് ആ വാല്യൂ ആഡഡ് കമ്പോണന്റ്സിനെ കുറിച്ചിട്ടൊക്കെ വിലയിരുത്തുന്നത്. സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേമാതിരി തന്നെ നമ്മൾ കണ്ടു മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്ങിൽ എന്താണ് പ്രധാനമായിട്ടുള്ളത്? നമ്മുടെ റിവാർഡ് സിസ്റ്റംസ് ഒക്കെ നടപ്പാക്കുന്നത് ഏത് ഫംഗ്ഷൻസിലാണ്? മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്ങിലാണ്. ഇവിടെ നോളജ് ആൻഡ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഏത് ഫംഗ്ഷനിലാണ്? ഡെവലപ്പിംഗ് ഫംഗ്ഷനിലാണ്. അതേമാതിരി തന്നെ അനുയോജ്യനായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തുന്നത് ഏത് ഫംഗ്ഷനിലാണ്? സ്റ്റാഫിംഗ് ഫംഗ്ഷനിലാണ്. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഒബ്റ്റൈനിങ് പീപ്പിൾ വിത്ത് ദ അപ്രോപ്രിയേറ്റ് സ്കിൽസ്, എബിലിറ്റി, നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ടു ഫിൽ ജോബ് ഇൻ ദ വർക്ക് ഓർഗനൈസേഷൻ അല്ലെ. ആ ജോബിന്റെ ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ അനുയോജ്യനായിട്ടുള്ള പേഴ്സണെ കണ്ടെത്തുന്ന ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാഫിംഗ് ഫംഗ്ഷൻ. സോ ഫംഗ്ഷൻ ഏതെങ്കിലും അല്ലെ, ഏതെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്തിട്ട് ഏത് തരത്തിലുള്ള ഫംഗ്ഷൻ, ഏത് ഫംഗ്ഷൻ ആണെന്നുള്ള കാറ്റഗറൈസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? നമുക്ക് വീണ്ടും ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, നമ്മൾ രണ്ട് തരത്തിലുള്ള മാനേജ്മെന്റ് കാര്യങ്ങളെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അവിടെ ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? ഫോർ ദ കൺവിൻസീവ് ഓഫ് എ സ്റ്റഡി ദ ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ദ റിസോഴ്സ് മാനേജ്മെന്റ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ടു കാറ്റഗറൈസ്. ഫസ്റ്റ് വൺ എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇപ്പൊ എന്തുകൊണ്ടാണ് HRM ഇത്രയും കൂടുതൽ പ്രാധാന്യം വരുന്നത്? അതായത് പഴയ കാലഘട്ടത്തിലൊന്നും മെഷീനൊന്നും ഉത്ഭവിച്ചിട്ടില്ല അല്ലെ. അപ്പൊ മെഷീനൊന്നും എപ്പോഴും തൊഴിലാളികളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ വെച്ചിട്ട് അല്ലെ മാക്സിമം തൊഴിൽ ചെയ്യിപ്പിച്ചിട്ട് നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് ഏതൊരു ബിസിനസ് സ്ഥാപനം ശ്രമിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ നമുക്കറിയാം നവ ഡേയ്സിൽ എല്ലാത്തിനും അല്ലെ ടെക്നോളജി ഡെവലപ്ഡ് ആണ്. അപ്പൊ എന്താണ്? ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് അനുസരിച്ചിട്ടുള്ള തൊഴിലാളികളെ കണ്ടെത്തണം. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ചിട്ടുള്ള തൊഴിലാളികളെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ എല്ലാം അല്ലെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള തൊഴിലാളികളാണ്. സോ അനുയോജ്യമായിട്ടുള്ള ഈ തൊഴിലാളികൾക്ക് എന്താണ്? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷങ്ങളൊക്കെ കണ്ടെത്തും. എങ്കിൽ മാത്രമാണ് അവർ നല്ല രീതിയിൽ തന്നെ ആ കമ്പനിയിൽ ഇൻവോൾവ് ആവുള്ളൂ. സോ എന്താണ്? HRM ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം HRM എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് അല്ലെ.
അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള തലത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവിടെ മെഷീന്റെ ഒപ്പം പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ അല്ലെ, അവിടെ എന്താണ് മെഷീൻ ഇല്ലാത്ത ഒരു കാലഘട്ടമല്ല, ഇപ്പൊ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ടെക്നോളജിക്ക് ഒപ്പം നീങ്ങുന്ന തൊഴിലാളികൾ അവരെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷന് ഡെവലപ്മെന്റ് ആവുള്ളൂ. ഓക്കെ, ടെക്നോളജി ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മെഷീനൊന്നും ഇല്ലാതെ ഹ്യൂമൻ റിസോഴ്സസ് ഇല്ലാതെ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഏത് ടെക്നോളജി ആണെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യാൻ അവിടെ എന്ത് ആവശ്യമാണ്? ഒരു മാൻ പവർ ആവശ്യമാണ് അല്ലേ, വെങ്കിലില്ലേ അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു വിലപ്പെട്ട റിസോഴ്സ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഏതൊരു ബിസിനസ് ഫേമും നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ നല്ല കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സിന് ഇത്രയും പ്രാധാന്യം നവഡേയ്സിൽ വന്നിരിക്കുന്നത് അല്ലെ. പഴയ കാലഘട്ടത്തിൽ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് ധാരാളം ഉണ്ടായിരുന്നു, അവൈലബിൾ കൂടുതലായിരുന്നു. പക്ഷെ മെഷീന്റെ ഉത്ഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഹ്യൂമൻ റിസോഴ്സിന് ജസ്റ്റ് ഒന്ന് അല്ലെ അവർക്കൊരു ലീഡർഷിപ്പും ഒരു കൺട്രോളിംഗ് പവറും മാത്രം ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നവഡേയ്സിൽ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് അവിടെ ആവശ്യമാണ്, അത് വിലപ്പെട്ട ഹ്യൂമൻ റിസോഴ്സ് തന്നെ വേണം അല്ലെ. ഈ ടെക്നോളജിക്ക് ഒപ്പം മൂവ് ചെയ്യുന്ന നല്ല കഴിവിട്ട് ഹ്യൂമൻ റിസോഴ്സസിനെ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അവിടെ ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ സംതൃപ്തിയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്ത് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷന് നിലനിൽപ്പും ഉണ്ടാക്കുക. സോ മനസ്സിലാക്കുക ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. സോ ആ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് വെച്ച് നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് പോകാം. The main difference between personal management and human resource management lies in their scope and orientation. Okay, വ്യത്യസ്തമായിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു വ്യാപനത്തോടാണ് അല്ലെ. നമ്മൾ കണ്ടു ആ ഹ്യൂമൻ റിസോഴ്സും എന്ന് വെച്ചാൽ അല്ലെ അവിടെ പേഴ്സണൽ മാനേജ്മെന്റിന്റെ കൺസെപ്റ്റിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു സ്കോപ്പാണ്. While the scope of personal management is limited and has an inverted approach. Workers are viewed as tools. ഓക്കെ, പേഴ്സണൽ മാനേജ്മെന്റിലാണെങ്കിൽ നമുക്കറിയാം ആ കാലഘട്ടത്തിലെ മെഷീനൊന്നും ഡെവലപ്പ് ചെയ്യാത്ത ഒരു കാലഘട്ടമാണ്. സോ അവിടെ എന്താണ് വർക്കേഴ്സിനെയാണ് നമ്മൾ അല്ലെ എവിടെ വീക്ഷിക്കേണ്ടതുള്ളൂ. അതൊരു ടൂളായിട്ട് ഉപകരണമായിട്ട് വർക്കേഴ്സിനെ ഒരു കൺട്രോളും അല്ലെങ്കിൽ ലീഡർഷിപ്പും കൊടുക്കുക എന്നുള്ള ഒരു മേൽനോട്ട ചുമതല അല്ലെങ്കിൽ നിയന്ത്രണ ചുമതല മാത്രമാണ് അവിടെ ഉണ്ടായത്. The behavior of worker can be manipulated as per the competence of the organization and are replaced when they are worn out. ഓക്കെ, നമുക്കറിയാം ഈ കാലഘട്ടത്തിലെ ഈ കോമ്പറ്റൻസ് അല്ലെ നമ്മുടെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള കാലഘട്ടമായതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ സംഭവിച്ചു. നമുക്കറിയാം ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് അല്ലെ. On the other hand, human resource management has a wider scope and consider employees as the asset to the organization. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണൽ മാനേജ്മെന്റിന്റെ കൺസെപ്റ്റിൽ നിന്ന് ഇച്ചിരി വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വൈഡർ ആയിട്ടുള്ള സ്കോപ്പ് അല്ലെ, ഇതിന് ഇച്ചിരി കൂടി വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. നമുക്കറിയാം എംപ്ലോയി എന്ന് പറയുന്നത് ഒരു അസറ്റ് ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. നേരത്തെ ഹ്യൂമൻ പേഴ്സണൽ മാനേജ്മെന്റിൽ എന്താണ് അത് മീൻ ചെയ്തത്? ടൂൾ ആയിട്ടാണ്, ഒരു ഉപകരണമായിട്ടാണ് ഹ്യൂമൻ റിസോഴ്സസിനെ അതായത് മാൻ പവറിനെ മീൻ ചെയ്തതെങ്കിൽ ഇവിടെ എന്താണ് അവിടെ എംപ്ലോയിനെ മീൻ ചെയ്യുന്നത് എന്താണ്? ഒരു അസറ്റ് ആയിട്ടാണ് അല്ലെ, ഒരു വാല്യബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം മെഷീൻ ഉണ്ടായാൽ പോലും അത് നല്ല എഫക്റ്റീവ് ആയിട്ട് മെഷീനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഓർഗനൈസേഷന് നിലനിൽപ്പുണ്ടാവില്ല. സോ ഇതെന്താ പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. Then it promotes mutually in terms of goals, responsibility, rewards, etc. That will help in enhancing the economic performance and high level of human resource development. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെ ലക്ഷ്യം അത് അച്ചീവ് ചെയ്യാനായിട്ട് നല്ലൊരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയിട്ട് തന്നെ ആ ഹ്യൂമൻ ബീയിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെ അവരുടെ പ്രോത്സാഹിപ്പിക്കത്തക്ക വിധത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് അവരുടെ പെർഫോമൻസുകളൊക്കെ ഹൈ ലെവലാക്കി കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് അല്ലെ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് അല്ലെ അത് വളർത്തിക്കൊണ്ട് വികസിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത നവഡേയ്സിൽ വരുന്നു. സോ എങ്കിൽ മാത്രമാണ് ഓർഗനൈസേഷന് ഇച്ചിരി കൂടി നല്ല ബെറ്റർ ആയിട്ട് തന്നെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ എന്താന്നുള്ളത്?
പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് വർക്കേഴ്സ് ആർ വ്യൂഡ് ആസ് ടൂൾസ്. പേഴ്സണൽ മാനേജ്മെന്റില് നമ്മള് എന്താണ് എംപ്ലോയീസിനെ എങ്ങനെയാണ് കാണുന്നത്? ടൂൾ ആയിട്ടാണ് വീക്ഷിക്കുന്നത്. എങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് എംപ്ലോയീസ് ആസ് ദ അസറ്റ് ടു ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ അസറ്റ് ആയിട്ടാണ് വാല്യൂ ചെയ്യുന്നത്. ക്ലിയറോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? കാരണം പഴയ കാലഘട്ടത്തിലാണെങ്കിൽ ഇതിന് ഇത്രയും വാല്യൂ ഉണ്ടായിരുന്നില്ല. ഒരുപാട് എംപ്ലോയീസ് ആയിരുന്നു. അവരെ കൺട്രോൾ ചെയ്ത് അവരെ ലീഡ് ചെയ്തുകൊണ്ട് തൊഴിലെടുപ്പിക്കുക എന്നുള്ളൊരു രീതി അല്ലെ. അത് മാത്രമാണ് പേഴ്സണൽ മാനേജറിനൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ഡ്യൂട്ടി. നവഡേയ്സിൽ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് അത് എത്രത്തോളം നമുക്കറിയാം. നല്ല കമ്പനികളൊക്കെ ആണെങ്കിൽ നല്ല ഏബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നെങ്കിൽ അവർക്ക് മതിയായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ മറ്റൊരു കമ്പനിയിലേക്ക് പോകും. പോവില്ലേ? പോവോ? അങ്ങനെ സാധ്യത ഉണ്ടാവോ? അവർക്ക് എന്തെങ്കിലും അല്ലെ കുറച്ചും കൂടി കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വേറൊരു കമ്പനി ഉണ്ടെങ്കിൽ അവര് ആ ഒരു കമ്പനിയിലേക്ക് ചേക്കാറാനായിട്ട് ശ്രമിക്കും ഇല്ലേ? അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ ശ്രദ്ധയോടു കൂടിയിട്ട് അവിടെ കൈകാര്യം ചെയ്യണം അല്ലെ. അവിടെ ഹ്യൂമൻ ബീയിങ്ങിന് തീർച്ചയായിട്ടും എന്താണ് നല്ല രീതിയിൽ തന്നെ വാച്ച് ചെയ്ത് അല്ലെ പെർഫോമൻസ് ഒക്കെ വിലയിരുത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. അവിടെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്ത് അല്ലെങ്കിൽ എംപ്ലോയിയുടെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് ഓർഗനൈസേഷന് ഗുണമുള്ളത്. സോ അവര് അതിനനുസരിച്ചിട്ട് തന്നെ ഭാഗമാക്കി കൊണ്ടുപോകേണ്ടത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ആണ് അതൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം ഒരു ഡിഫറൻസ് ഒക്കെ ഇല്ലേ? ആണോ? പോയിന്റ് നോട്ട് ചെയ്തോ? അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പേഴ്സണൽ മാനേജ്മെന്റില് വർക്കേഴ്സ് ആർ വ്യൂഡ് ആസ് ടൂൾസ്. എന്തുകൊണ്ടാണ് ടൂൾസ് ആണെന്ന് പറയണേന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ കാലഘട്ടങ്ങളിൽ അല്ലെ പഴയ കാലഘട്ടങ്ങളെ അനുസരിച്ചിട്ട് ഇപ്പൊ കുറച്ചും കൂടി നമുക്കറിയാം അവിടെ അല്ലെ മെഷീന്റെ ഒക്കെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഒക്കെ ഡെവലപ്മെന്റ് വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോ അല്ലെ നവേ ഡേയ്സിലെ എംപ്ലോയീസിനെ നമുക്ക് അസറ്റ് ആയിട്ട് തന്നെ വാല്യൂ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഡെഫിനിഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പേഴ്സണൽ ഇപ്പോ എന്താണ് ചെറിയ ചെറിയ സ്ഥാപനമൊക്കെ ആണെങ്കിലും അവിടെ ഒരു വലിയ വിങ് ഒന്നും പ്രവർത്തിക്കില്ല അല്ലെ. അവിടെ ഇപ്പോഴും പേഴ്സണൽ മാനേജ്മെന്റ് തന്നെ പേഴ്സണൽ മാനേജർ ആയിരിക്കും കൈകാര്യം ചെയ്തു പോകുന്നത് ചെറിയ ചെറിയ സ്ഥാപനമൊക്കെയാണ്. പക്ഷെ അവര് ഇതെല്ലാം തന്നെ ഇവര് അല്ലെ ഈ ഒരു വലിയ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് HR ചെയ്യുന്ന ഡ്യൂട്ടികളൊക്കെ തന്നെയായിരിക്കും എന്താണ് പേഴ്സണൽ മാനേജറും കൈകാര്യം ചെയ്തു പോകുന്നത്. അപ്പൊ ഓർഗനൈസേഷന്റെ സൈസിന്റെ വേരിയേഷൻസ് അനുസരിച്ചിട്ട് തന്നെ നമുക്കറിയാം ആ ഡിപ്പാർട്ട്മെന്റിന്റെ വേരിയേഷൻസ് ഉണ്ടാവും. ചിലപ്പോ ചില സ്ഥാപനങ്ങളിൽ എന്താണ് എല്ലാ തരത്തിലുള്ള ഡ്യൂട്ടികളും നിർവഹിക്കുന്നത് ഒരു ആളാണ് എങ്കിൽ വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ നമുക്കറിയാം ഓരോരോ ഡ്യൂട്ടികൾ നിർവഹിക്കാൻ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലെ. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നതാണ്. ചെറിയ ചെറിയ സ്ഥാപനമാണെങ്കിൽ നമുക്കറിയാം എല്ലാം കൂടി അല്ലെ 1-2 പേഴ്സൺസ് ഒക്കെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കിയെടുക്കാം ഡെഫിനിഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. Personal management is a part of management that deals with the recruitment, hiring, staffing, development, and compensation of the workforce and relation with the organization to achieve the organizational objectives. Okay, so organizationന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമുക്കറിയാം എന്താണ് അപ്പൊ ഇവിടെ HRM അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് അവിടെയുള്ള എംപ്ലോയീസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ കാഴ്ചവെക്കുന്നത് അല്ലെ. അപ്പൊ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടുള്ള വർക്കേഴ്സിന്റെ ഒരു കോഴ്സ് അല്ലെ അവരെ കൊണ്ട് അവിടെയുള്ള തൊഴിലാളികളെ കൊണ്ട് എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അത് നമുക്കറിയാം. ആ തൊഴിലാളികളെ നല്ല രീതിയിൽ തന്നെ കണ്ടെത്തണം അല്ലെ. തുടക്കം മുതല് അവരെ വേക്കൻസി എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ആ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്താനായിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടപടികൾ സ്വീകരിക്കണം. അതിനനുസരിച്ചിട്ട് തന്നെ വ്യക്തികളെ കണ്ടെത്തുക അല്ലെ അപേക്ഷകളൊക്കെ സ്വീകരിക്കുക. അതിനനുസരിച്ചിട്ട് നമുക്കറിയാം അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെയൊക്കെ സെലക്ടും ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യുന്ന അങ്ങനെ സ്റ്റാഫിംഗ് പ്രോസസ് നടത്തിയതിനു ശേഷമാണ് നമ്മുടെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് ആ വ്യക്തികളെ ഡ്യൂട്ടിക്ക് കൊണ്ടുവരുന്നത്. അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. അതായത് ഡെവലപ്മെന്റ് പ്രോസസ്സ് കൊടുക്കണം.
വീണ്ടും അവരെ അല്ലെ നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷനുകളൊക്കെ കൊടുക്കണം അല്ലെ ഇവർക്ക് റിവാർഡ്സോ മറ്റേതെങ്കിലുമൊക്കെ ഇൻസെന്റീവ്സ് ഒക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ തന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത വിധത്തില് ബൂസ്റ്റപ്പ് ചെയ്ത് നല്ലൊരു വർക്ക് ഫോഴ്സ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് എ പാർട്ട് ഓഫ് മാനേജ്മെന്റ് അല്ലെ, മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ്. അവരെന്താണ് ഡീൽ ചെയ്യുന്നത്? recruitment, hiring, staffing, development and compensation of the workforce and their relation with the organization to achieve the organizational objectives. അല്ലെ, ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള തൊഴിലാളികളെ അല്ലെ അവരെ നല്ല രീതിയിൽ തന്നെ റിക്രൂട്ട്മെന്റ് നടത്തി, ഹയറിംഗ് നടത്തി, ദെൻ സ്റ്റാഫിംഗ് ഒക്കെ നടത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോസസ്സ് കൊടുത്ത് കോമ്പൻസേഷൻ ഒക്കെ കൊടുത്ത് അവരെ ബൂസ്റ്റപ്പ് ചെയ്ത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അവരെ ഭാഗമാക്കിയെടുക്കുക അല്ലെ. അങ്ങനെയുള്ള ആ ഒരു കൈകാര്യമാണ് അല്ലെ പേഴ്സണൽ മാനേജ്മെന്റ് ചെയ്തു പോകുന്നത്. Then the primary function of the personal management are divided into two categories. Okay, അപ്പൊ രണ്ട് രീതിയിൽ ഈ ഫങ്ഷൻസിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആൻഡ് മാനേജീരിയൽ ഫങ്ഷൻസ്. അപ്പൊ നമ്മളുടെ ആ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷൻ അല്ലെ, എന്താണോ അവർ ചെയ്യുന്ന ഡ്യൂട്ടി, ആ ഡ്യൂട്ടിയെ രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആൻഡ് മാനേജീരിയൽ ഫങ്ഷൻസ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആണ്. The activities that are concerned with the procurement, development, compensation, job evaluation, employees welfare, utilization, maintenance and collective bargaining. Okay, അതായത് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഡ്യൂട്ടിയിൽ ആയിരിക്കുമ്പോഴല്ലേ അവിടെ ഓരോ വ്യക്തികൾ അവര് ചിലപ്പോ ഏതാണോ ഡ്യൂട്ടി ആ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ അവരെ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനം. അതായത് നോക്കുക, ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ കൺസേൺഡ് വിത്ത് പ്രൊക്യൂർമെന്റ്, സജീവമായിട്ട് ഇരിക്കുന്ന ടൈമിൽ തന്നെ അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഓക്കെ അവരെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ട്രെയിനിങ് ആവശ്യമാണെന്നുള്ള ഒരു ഡെവലപ്മെന്റ് പ്രോസസ് നടത്തേണ്ടതുണ്ടാവും. ദെൻ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതുണ്ടാവും. ജോലികളൊക്കെ വിലയിരുത്തേണ്ട പരിപാടികളുണ്ട്. നമുക്കറിയാം ജോലികളൊക്കെ വിലയിരുത്തി കഴിയുമ്പോഴാണ് ഡെവലപ്മെന്റ് കോമ്പൻസേഷൻ ഒക്കെ വേണമെന്ന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അതേമാതിരി തന്നെ എംപ്ലോയിയുടെ വെൽഫെയർ അല്ലെ, ക്ഷേമ പ്രവർത്തനങ്ങൾ, യൂട്ടിലൈസേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗൈനിങ്, അവരെന്തെങ്കിലുമൊക്കെ അല്ലെ വിലപേശി മേടിക്കേണ്ടതുണ്ടെങ്കിൽ അതിനോട് അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നടപ്പാക്കി കൊണ്ടുപോകേണ്ടതുണ്ടാവും. അതായത് തൊഴിലാളി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അതാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്, ഓപ്പറേറ്റീവ് ഫങ്ഷൻസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതായത് എന്താണ്, എംപ്ലോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവാലുവേഷൻ നടത്തുമ്പോൾ ചിലപ്പോൾ അവർക്ക് ട്രെയിനിങ് ഒക്കെ ആവശ്യമാണ് എങ്കിൽ അവരുടെ സ്കില്ല് നോളജ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോസസ്സ് കൊടുക്കേണ്ടതുണ്ടാവാം. അല്ലെങ്കിൽ അവരെ ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്ത് സാറ്റിസ്ഫാക്ഷൻ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കേണ്ടതുണ്ടാവാം. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് അല്ലെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സോ അങ്ങനെയൊക്കെ ആക്ടിവിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെൽഫെയർ ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സുകളൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും. ദെൻ അവരെ നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരെ അല്ലെ, അത് അത്തരത്തിലുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രവർത്തനമാണ്. നേരത്തെ നമ്മൾ പഠിച്ച പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, മോട്ടിവേഷൻ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആർ ദ ബേസിക് മാനേജീരിയൽ ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ, നമുക്കറിയാം തൊഴിലുടമയും കൂടി മനസ്സിലാകല്ലേ, അവരും കൂടി ആലോചിച്ച് നമുക്കറിയാം ഏതൊരു എത്രത്തോളം തൊഴിലാളികളെ വേണം, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഓർഗനൈസേഷനെ ഉപയോഗപ്രദമാക്കിയെടുക്കുക അല്ലെ, സംഘടനാപരമായ രീതിയിൽ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും, അവർക്ക് ഏതൊക്കെ രീതിയിലാണ് ഡയറക്ഷൻ കൊടുക്കേണ്ടത്, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, അവരെ പ്രചോദിപ്പിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രേരക ഘടകങ്ങൾ എന്തൊക്കെയാണ്, അവരെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക അല്ലെ, അവര് ഉദ്ദേശിച്ച ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഏതൊക്കെ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കണം, അങ്ങനെ അവര് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെയുള്ള ഏകോപന പ്രവർത്തനങ്ങളെല്ലാം തന്നെ അല്ലെ, കോർഡിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഫങ്ഷൻസ് ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആൻഡ് മാനേജീരിയൽ ഫങ്ഷൻസ്. അപ്പൊ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അവര് തൊഴിലിടത്തില് അവരെ തൊഴിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവരെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നു അല്ലെ, അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ, ഡെവലപ്മെന്റ് പ്രോസസ് അല്ലെങ്കിൽ വെൽഫെയർ പ്രോസസ് ഒക്കെ
നടപ്പാക്കുന്ന ഒരു പ്രവർത്തനമാണെങ്കിൽ മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഓക്കെ, തൊഴിലാളികൾ ഏത് രീതിയിൽ തന്നെയാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിരുന്ന പ്ലാനിങ് പ്രോസസ്സിൽ അല്ലെ, പ്ലാനിങ് ഫങ്ഷൻസിൽ നമ്മൾ കണ്ടതാണ്. ദെൻ ഓർഗനൈസ്, അവരെ സംഘടിപ്പിക്കുക, അവരെ ഡയറക്റ്റ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ദെൻ കൺട്രോൾ ചെയ്യുക, ദെൻ ഏകോപിച്ച് തന്നെ ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്കറിയാം ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാം ബ്രീഫായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇലാബറേറ്റ് ചെയ്ത് നിങ്ങൾ ഓരോരോ ചാപ്റ്റേഴ്സിൽ പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ഒക്കെ നിങ്ങൾ പഠിച്ചു പോകുന്നില്ലേ? ഇപ്പൊ തന്നെ സ്റ്റാഫിങ് നിങ്ങൾ എന്തായാലും റിക്രൂട്ട്മെന്റ് തലങ്ങളിലൊക്കെ പഠിച്ചു പോകുന്നുണ്ടോ അല്ലേ? സ്റ്റാഫിങ് ഒക്കെ ഇച്ചിരി കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞില്ലേ? ഇല്ലേ? റിക്രൂട്ട്മെന്റില് ഓക്കെ. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഓരോ ഹെഡിങ് മാത്രം പറയുന്നുള്ളൂ കേട്ടോ. ഓർഗനൈസിങ്, പ്ലാനിങ് എന്താന്നൊക്കെ ഉള്ളത് കൊമേഴ്സുകാർക്കൊക്കെ അറിയാം. അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെയാണ് ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് പോകുന്നത്. എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് അല്ലെ, സ്റ്റാൻഡേർഡ് മാർച്ച് പെർഫോമൻസ് ഒക്കെ വെച്ച് കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിനൊക്കെ നല്ലൊരു വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും അല്ലെ. നേരത്തെ കൂട്ടി തന്നെ അവര് സ്ട്രക്ചർ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഏത് രീതിയിലാണ് ഓരോ എംപ്ലോയിയും വിലയിരുത്തേണ്ടത്, തന്നെ ഏത് രീതിയിലാണ് അവരെ ഡയറക്റ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഇവരെല്ലാം സംഘടിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്ത് അല്ലെ, ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയൊക്കെയുള്ള നേരത്തെ കൂട്ടിയുള്ള തീരുമാനങ്ങളൊക്കെ മാനേജീരിയൽ രീതിയിൽ അല്ലെ, അവിടെ നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ഒക്കെ ഒന്നുകൂടെ അല്ലെ. ഈ ലാസ്റ്റ് ലൈൻ ആണോ ഉദ്ദേശിച്ചത്? മാനേജ്മെന്റ് ഹാസ് ബീൻ surpassed by human resource management as the development of the technology has taken place and the human are replaced by machines. Okay, അതിലെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ള കാര്യം അല്ലെ, അത് മെഷീൻ ഡെവലപ്പ് ചെയ്തത് കൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് ഇത്തിരി കൂടി. അതായത് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന കാറ്റഗറീസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ചിരിക്കുന്ന പേഴ്സണൽ മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് അല്ലെ, ഏതൊരു ഓർഗനൈസേഷനും വ്യത്യസ്ത രീതിയിലായിരിക്കും അല്ലെ. ചെറിയ ചെറിയ സ്ഥാപനങ്ങളും ബിസിനസ് ഫേമുകളുണ്ട്, വലിയ വലിയ ബിസിനസ് ഫേമുകളുണ്ട്. ചെറിയ ബിസിനസ് ഫേമുകളിലാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യുന്ന 1-2 പേഴ്സൺസ് ആയിരിക്കും അല്ലെ. അപ്പൊ അവിടെ ഒരു പുതിയ എംപ്ലോയിയെ കണ്ടെത്തുന്നതും അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നതും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പാക്കേജുകളൊക്കെ ലഭ്യമാക്കുന്നതൊക്കെ ആരായിരിക്കും? ആ ഒരു പ്രത്യേകമായിട്ടുള്ള പെർട്ടിക്കുലർ പേഴ്സണൽ മാനേജറിന്റെ അപ്പൊ ഒരു അല്ലെ ആ വ്യക്തി തന്നെയായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലും കൈകാര്യം ചെയ്യുന്നെങ്കിലും അവിടെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. കാരണം വലിയ വലിയ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനെയും കുറിച്ചിട്ട് പഠിച്ച് അവർക്ക് എല്ലാവർക്കും ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലേ. വേണ്ടി വരുമോ? അങ്ങനെ വേണ്ടി വരില്ലേ? ഒറ്റയ്ക്ക് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതാണെങ്കിൽ ആ വ്യക്തിയുടെ ഇൻട്രസ്റ്റ് മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി അല്ലെ. 1-2 പേഴ്സൺസ് 1-2 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ മാത്രം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരുപാട് എംപ്ലോയീസിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. സോ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരെ കുറിച്ചിട്ട് എല്ലാ മേഖലകളെ കുറിച്ചിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ്, the management has been surpassed by human resource management as the development of the technology has taken place and human resources replaced by machines. Machines ഒക്കെ ഡെവലപ്പ് ചെയ്തു വന്നതുകൊണ്ട് ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണൽ മാനേജ്മെന്റിന്റെ കൺസെപ്റ്റിന്റെ ഒരു വേരിയേഷൻ വന്നിരിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടി സഹായത്തോട് കൂടിയിട്ടാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തു പോകുന്നത്. ആ ഓർഗനൈസേഷന്റെ വലുപ്പം അനുസരിച്ചിട്ടൊരു വേരിയേഷൻസ് ആണ് വരുന്നത്. അതെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥാപനമാണെങ്കിൽ ഈ ഒരു പേഴ്സണൽ മാനേജ്മെന്റിന്റെ റോൾ തന്നെയായിരിക്കും നിർവഹിച്ചു പോകും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈമില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ നമ്മൾ ഈ പറഞ്ഞ പുതിയ ഡെവലപ്പ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഏകദേശം നമ്മൾ വിവരിച്ചതൊക്കെ ഇനി നമുക്ക് സിമ്പിൾ ആയിരിക്കും. ഇതൊക്കെ തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ആക്കിയേക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.